അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. കുട്ടികളെ എല്ലാവരും പഠിച്ച് റെഡിയായി ഇരിക്കുകയായിരിക്കും അല്ലേ? എല്ലാവരും ധൈര്യമായിട്ട് ഇരിക്കുക. ഇൻഷാ അല്ലാ എല്ലാവർക്കും ഫുൾ മാർക്ക് വാങ്ങും. നമ്മളെ റിവിഷൻ ക്ലാസ് കണ്ടവർക്കൊക്കെ എല്ലാവർക്കും നല്ല ഫുൾ മാർക്ക് കിട്ടും ഇൻഷാ അല്ലാ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ 2019 ചോദ്യം കൂടി ഒന്ന് നോക്കാം. ഇനി നാളെ രാവിലെയാണ് നിങ്ങൾ ഇത് വീഡിയോ കാണുന്നതെങ്കിൽ മദ്രസ പോകുന്നതിന്, പരീക്ഷയ്ക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് ഒന്നും കൂടി നിങ്ങൾക്ക് ഇത് എളുപ്പമാകും. ആ ചോദ്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മിക്കാനും ആൻസറുകൾ ഓർമ്മിക്കാൻ നിങ്ങൾക്ക് എളുപ്പമാകും. അതുകൊണ്ട് ഫിഖ്ഹിലെ 2019 ചോദ്യ പേപ്പർ നോക്കാം. മറ കൂടാതെ ഖിബിലക്ക് മുന്നിട്ടും പിന്നിട്ടും വിസർജനം. എന്താ ഉത്തരം? ഹറാം അല്ലെ? മറ കൂടാതെ ഖിബിലക്ക് മുന്നിട്ടും പിന്നിട്ടും വിസർജനം എന്താണ്? ഹറാമാണ്. 2, വിസർജനത്തിന് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയ സ്ഥലങ്ങളിൽ ഖിബിലക്ക് മുന്നിട്ടും പിന്നിട്ടും വിസർജനം സുന്നത്ത്, നിർബന്ധം, അനുവദനീയം, നിർബന്ധമില്ല. ഏതാ ശരി? അനുവദനീയാണ് അല്ലെ? അവിടെ പറ്റും, ഖിബിലക്ക് മുന്നിട്ട് പറ്റും. എപ്പോ? അവിടെ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലമാണെങ്കിൽ. അടുത്ത 3, 2 സുജൂദിന്റെ ഇടയിലെ ഇരുത്തത്തിൽ ഇഫ്തിറാഷിന്റെ ഇരുത്തം. ഇഫ്തിറാഷിന്റെ ഇരുത്തം എന്ന് പറഞ്ഞ ഒരു ഇരുത്തമുണ്ട്, തവറുക്കിന്റെ ഇരുത്തമുണ്ട്, നമുക്കറിയാം അല്ലെ? അപ്പൊ ഇഫ്തിറാഷിന്റെ ഇരുത്തം സുന്നത്താണോ, നിർബന്ധമാണോ, അനുവദനീയാണോ, നിർബന്ധമില്ല? ഏതാ ശരി? സുന്നത്താണ് അല്ലെ? അത് ഫർളൊന്നല്ല, സുന്നത്താണ്. അടുത്ത്, നിസ്കാരത്തിൽ ആദ്യത്തെ സലാം വീട്ടൽ മാത്രമാണ് നിർബന്ധം. അടുത്തത്, വിവേകമുള്ള കുട്ടികൾക്ക് പഠിക്കേണ്ട ആവശ്യത്തിന് മുസാഫ് തൊടുന്നതിന് വുളൂ എന്തില്ല? നിർബന്ധമില്ല. നിർബന്ധമില്ല. അടുത്തത് പൂർത്തിയാക്കാം. നിസ്കാരത്തിൽ അവസാനത്തെ അത്തഹിയാത്ത് ഓതൽ എന്താണ്? ഫർളാണ് അല്ലെ? അവസാനത്തെ അത്തഹിയാത്ത് ഓതൽ ഫർളാണ്. നിസ്കാരത്തിൽ അവസാനത്തെ അത്തഹിയാത്ത് ഓതുമ്പോൾ പ്രത്യേക രീതിയിൽ ഇരിക്കൽ എന്താണ്? ആ ഇരുത്തത്തിന്റെ പേര് തവറുക്ക് അല്ലെ? അതെന്താണ്? സുന്നത്താണ്. ആ ഇരിക്കൽ സുന്നത്താണ്. അടുത്തത്, നിസ്കാരം നഷ്ടപ്പെടുന്ന കാര്യങ്ങളെ തൊട്ട് നാം എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. 4, നിസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയ ഉടനെ വജ്ഹത്ത് ഓതലും എന്താണ്? സുന്നത്താണ്. അടുത്ത്, റുകൂയിൽ നിന്ന് ഉയർന്നു ആദ്യ അവസ്ഥയിൽ എത്തിച്ചേരുന്നതാണ് എന്ത്? എഴുത്തിദാൽ. അടുത്ത്, അബ്ആദു സുന്നത്തുകൾ എഴുതാനാണ്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അബ്ആദു സുന്നത്ത് 2, കറാഹത്തുകൾ 2, നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ 2, അതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളാണ് എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. അബ്ആദു സുന്നത്ത് ഇവിടെ 7 പഠിപ്പിക്കുന്നുണ്ട്. ആ 7 2 നിങ്ങൾ പഠിക്കണം. ഒന്നാമത്തെ അത്തഹിയാത്ത്, ഒന്നാം അത്തഹിയാത്തിനും ശേഷം നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക. 3, ഒന്നാം അത്തഹിയാത്തിനും സ്വലാത്തിനും വേണ്ടി ഇരിക്കൽ. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2 നിങ്ങൾ പഠിച്ചു വെക്കുക. 2 3 പഠിച്ചു വെക്കുക. അടുത്തത്, നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ. അതും ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങളും ചോദിക്കാറുണ്ട്. എന്താണ്? അർത്ഥമുള്ള ഒരക്ഷരം നമ്മൾ പഠിച്ചാലേ. നിസ്കാരത്തിന്റെ ഫർളുകളിൽ വല്ലതും ഒഴിവാക്കുക, ഏതെങ്കിലും ഷർത്തിന് ഭംഗം വരിക, 2 അക്ഷരമോ അർത്ഥമുള്ള ഒരക്ഷരമോ ഉച്ചരിക്കുക, തുടർച്ചയായി 3 തവണ അനങ്ങുക. അങ്ങനെ നമ്മളെല്ലാം പഠിച്ചതാണ്. എല്ലാവർക്കും നല്ല വിജയം ഉണ്ടാവട്ടെ ഇൻഷാ അല്ലാഹ്. അടുത്ത, നിസ്കാരത്തിന്റെ കറാഹത്തുകൾ അല്ലെ? അതും ഇവിടെ പഠിച്ചതാണ്. എന്തൊക്കെ? നിസ്കാരത്തിൽ കാലുകൾ ചേർത്തി വെക്കൽ, തലയും ചുമലും തുറന്നിടൽ, ഒരു കാലിൽ നിൽക്കൽ, മുകളിലേക്ക് നോക്കലും തിരിഞ്ഞു നോക്കലും, വസ്ത്രം, മുടി എന്നിവ ചുരുട്ടി വെക്കൽ, നടുവിന് കൈ കൊടുക്കൽ, ഇങ്ങനെ പലതും. അതൊക്കെയാണ് നിസ്കാരത്തിന്റെ കറാഹത്തുകൾ. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. അടുത്ത ചോദ്യം എന്താ? അത്തഹിയാത്തിൽ വലതു കൈയിന്റെ ചൂണ്ടുവിരൽ ഉയർത്തൽ സുന്നത്താണ് എപ്പോൾ? ഇല്ലല്ലാ എന്നതിലെ ഹംസ ഉച്ചരിക്കുന്ന വേളയിൽ. അത്തഹിയാത്തിൽ ഇല്ലല്ലാ എന്നതിലെ ഹംസ ഉച്ചരിക്കുന്ന വേളയിൽ. അടുത്ത ചോദ്യം, തെർത്തീബ് പറഞ്ഞാൽ എന്താണ്? എല്ലാ കാര്യങ്ങളും ക്രമം തെറ്റാതെ ചെയ്യണം. ഇതിന് തെർത്തീബ് എന്ന് പറയുന്നു അല്ലേ? അതായത് നിസ്കാരത്തിന്റെ ഫർളുകൾ ക്രമം തെറ്റാതെ ചെയ്യുക. അതാണ് തെർത്തീബ്. അടുത്ത ചോദ്യം, തുമഇനീനത്ത് നിർബന്ധമായ സ്ഥലങ്ങൾ. നമ്മൾ പഠിച്ചിട്ടുണ്ട് 4 സ്ഥലങ്ങൾ. ഏതൊക്കെയാണ്? ഓർമ്മണ്ടല്ലോ എല്ലാവർക്കും അല്ലേ? റുക്കൂ, എഴുത്തിദാല്, സുജൂദുകൾ, ഇടയിലെ ഇരുത്തം. അത് ക്രമത്തിൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ആദ്യം നമ്മൾ റുക്കു ആണ് ചെയ്യുക. റുക്കു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എവിടേക്കാ പോവുക? എഴുത്തിദാലിലേക്ക്. അപ്പൊ റുക്കു, എഴുത്തിദാല് കഴിഞ്ഞാൽ നമ്മൾ എവിടേക്കാ പോവുക? സുജൂദിലേക്ക്. അപ്പൊ സുജൂദ്. പിന്നെ സുജൂദ് കഴിഞ്ഞാൽ ഒരു സുജൂദ് കഴിഞ്ഞാൽ വേണ്ടിയിരിക്കും അല്ലെ? ആ ഇരുത്തത്തിനാണ് ഇടയിലെ ഇരുത്തം എന്ന് പറയാം. അപ്പോൾ എല്ലാം ഓർഡറാണ്. റുക്കു, എഴുത്തിദാല്, 2 സുജൂദുകൾ, ഇടയിലെ ഇരുത്തം. അവിടെയാണ് തുമനീനത്ത് വേണ്ടത്. അടുത്ത്, കൈവിരലുകളുടെ തല കൊണ്ട് മനുഷ്യരുടെ മുൻദ്വാരം തൊട്ടാൽ വുളൂ മുറിയുമോ? ഇത് ആൻസർ ടെക്സ്റ്റ് ബുക്കിൽ നേരിട്ടുണ്ടാവില്ല. അതായത് എന്താണ് നമ്മൾ പഠിച്ച വുളൂ മുറിയുന്ന കാര്യങ്ങൾ? മനുഷ്യന്റെ മുൻകൈയിന്റെ പള്ള കൊണ്ട് ഗുഹ്യസ്ഥാനം തൊടുക എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ? അപ്പൊ പള്ള എന്ന് പറഞ്ഞാൽ ഇതാണ് മുൻകൈയിന്റെ പള്ള എന്ന് പറഞ്ഞാൽ. ഇവിടെ ചോദ്യം അതല്ല, മുൻകൈയിന്റെ പള്ള അല്ല, പിന്നെ വിരലുകളുടെ തല, അതായത് ഈ ഭാഗം കൊണ്ട് തൊട്ടാൽ വുളൂ മുറിയോ? മുറിയൂല. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയാലേ അത് ഉത്തരം കിട്ടുള്ളൂ. അടുത്ത, വബാരിക്കലി ഫീമ അഅതൈത് എന്നതിന്റെ അർത്ഥം എഴുതാനാണ്.
അത് നമ്മൾ പറഞ്ഞിരുന്നു. വബാരിക്കലി ഫീമ ആയത്തൈത്ത്, അതായത് ഇത് കുനൂത്തിന്റെ അർത്ഥങ്ങൾ കുനൂത്തിന്റെ അപ്പുറത്തെ പേജിലുണ്ട്, പല കുട്ടികളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിരുന്നല്ലോ. ആ പേജാണിത്, അവിടെ നിന്നാണ് ചോദ്യം അല്ലേ. വബാരിക്കലി ഫീമ ആയത്തൈത്തിന്റെ അർത്ഥം എന്താണ്? നീ നൽകിയതിൽ എനിക്ക് നീ ബറക്കത്ത് നൽകണമേ, നീ നൽകിയതിൽ എനിക്ക് നീ ബറക്കത്ത് നൽകണമേ. അടുത്ത് വആഫിനി ഫീമൻ ആഫൈത്ത്, വആഫിനി ഫീമൻ ആഫൈത്ത്, നീ സുഖം നൽകിയവരോടൊപ്പം എനിക്കും സുഖം നൽകണമേ, നീ സുഖം നൽകിയവരോടൊപ്പം എനിക്കും സുഖം നൽകണമേ. അപ്പോൾ നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് ഇത് മുഴുവനായിട്ട് കാണാതെ പഠിക്കണം. ഇനി കുറച്ച് സമയമുള്ളൂ, പഠിച്ചവർക്ക് എളുപ്പമുണ്ടാകും. ഇനി മുഴുവനായിട്ട് കാണാൻ പഠിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞാനിപ്പോൾ ഈ പറഞ്ഞതൊക്കെ എന്തായാലും കാണാതെ പഠിക്കുക. അടുത്തത് എന്താണ് ചൊല്ലേണ്ടത്? സുജൂദിൽ എന്തായാലും ഉണ്ട് സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദി. രണ്ട് സുജൂദിന്റെ ഇടയിൽ ഇരുത്തത്തിൽ റബ്ബി ഗഫിർലി വർഹംനി വജ്ബുർനി വർഫാനി വർസുഖ്നി വഹ്ദിനി വആഫിനി. ഫാത്തിഹയിൽ സൂക്ഷിക്കൽ നിർബന്ധമാണ്. എന്തെല്ലാം? അക്ഷരങ്ങളുടെ മഖറജുകൾ, പിന്നെ സിഫാത്തുകൾ, ഷദ് മദ് അല്ലേ, എല്ലാവർക്കും ഓർമ്മല്ലേ? അക്ഷരങ്ങളുടെ മഖറജുകൾ, പിന്നെ വിശേഷണങ്ങൾ, ഷദ് മദ്, അതാണ് ഫാത്തിഹയിൽ സൂക്ഷിക്കേണ്ടത്. അടുത്ത ളുഹർ നിസ്കാരത്തിൽ നിയ്യത്ത് അറബിയിൽ എഴുതാം. ഉസല്ലി ഫർളൽ ളുഹരി അർബ റകഅത്തിൻ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല. എല്ലാവർക്കും ഓർമ്മ ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവരും നല്ല വിജയം നേടട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.